ഹലോ എവ്രിവൺ, ഇന്ന് നമ്മുടെ മദേഴ്സ് ഡേ ആണ്. ഇപ്പോൾ എൻ്റെ ഫോണിൽ ഒത്തിരി കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇതിൽ അമ്മ എന്ന എൻ്റെ അമ്മയുടെ നമ്പർ അതിൽ ഞാൻ അമ്മ എന്ന് മാത്രമേ സേവ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ നമ്പറിലും എന്തെങ്കിലും കൂടെ ചേർത്ത് മനസ്സിലാക്കാൻ വേണ്ടി അമ്മയ്ക്ക് ഞാൻ വേറെ ചേർത്തില്ല. അമ്മ ആ ഒരു കോള് വരുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ നമ്മളുടെ വളർച്ചയുടെ ഓരോ പടികളും പിടിച്ചു കയറ്റുന്ന അമ്മയ്ക്ക് നല്ല സ്വാധീനമുണ്ട്. ഇപ്പോൾ അമ്മയ്ക്കെന്ന് പറയുന്ന മീനിങ് ഒന്ന് ബയോളജിക്കൽ മീനിങ് ഉണ്ട്. അമ്മ ഒരു ജനനം, രണ്ട് ബയോളജിക്കൽ അല്ലാത്തൊരു മീനിങ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ മലയാളം, അതിന് അമ്മ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കൈപിടിച്ചുയർത്തുന്നത് അമ്മയാണ്. അമ്മയ്ക്ക് വലിയൊരു പ്രാധാന്യം തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ സമൂഹം ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹമായതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്നതിലും ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്നതിലും ഭക്ഷണം കൊടുത്തായാലും വളർത്തിക്കൊണ്ടുവരികയും വൈകാരികമായ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് അമ്മയോട് പലപ്പോഴും. എന്നാൽ ഈ നമ്മുടെ പത്രവാർത്തയിൽ ഇപ്പോഴല്ല, പണ്ട് മുതലേ ഉള്ളൊരു സംഭവമാണ് അമ്മയും മകനും തമ്മിലുള്ള മകളും വീട്ടിൽ നിന്ന് പുറത്താക്കുക, തർക്കം, ഇങ്ങനെയൊക്കെ കുറേ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. അത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ എവിടെ പിഴച്ചു എന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യകതയാണ്. സമൂഹം എങ്ങോട്ട് പോകുന്നു എന്നതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. ശരി, നമ്മളിപ്പോ നമ്മുടെ ഡെയിലി ന്യൂസ് പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ ന്യൂസ് കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും ന്യൂസ് ഒക്കെ കാണുന്നതാണ്, നമ്മൾ റീൽസ് കാണുന്നതാണ്. ഫേസ്ബുക്കിലായാലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലായാലും നമ്മൾ എപ്പോഴും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു ഇമേജ് എങ്കിലും അമ്മയെ മകൻ പുറത്താക്കി, അല്ലെങ്കിൽ അമ്മയെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയി, അമ്മ വയസ്സായി കിടന്ന്, അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും അങ്ങനെ പെട്ട് മരണപ്പെട്ടു, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ന്യൂസ് എങ്കിലും നമ്മൾ ഒരു ദിവസം കേൾക്കാതിരിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും സാക്ഷരതയുള്ളതാണ്, ഇത്രയും അറിവുള്ള ആൾക്കാരാണ്, വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളത്. അപ്പോൾ നമ്മളെ കേരളത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ള കാര്യം, അപ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മുടെ അമ്മമാരെ നമ്മൾ എത്ര കാര്യമായിട്ടാണ് നോക്കുന്നത്, അപ്പോൾ അല്ലെ അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കാനുണ്ട്. അതെ, തീർച്ചയായും ഒരു മലയാള സിനിമയിലെ ഒരു പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് ഞാൻ പാട്ട് പാടില്ലെങ്കിലും ഇപ്പോൾ അമ്മ മനസ്സ് തങ്ക മനസ്സ് മുറ്റത്തെ തുളസി പോലെ ആ തിരുനടയിൽ എന്ന് പറഞ്ഞിട്ടൊരു വരിയുണ്ട് അല്ലേ. അപ്പോൾ ഈ ദിവസത്തിൽ നമുക്ക് അതൊക്കെ നമ്മുടെ ഉള്ളിൽ വരുവാണ്. അപ്പം അമ്മ, പിതാവിനും അതേ മഹത്വമുണ്ട്, പക്ഷെ അമ്മയ്ക്ക് കൂടുതലാണ്. ഒരു കുട്ടിയോട് കൂടുതൽ വൈകാരികമായി അടുത്തിരിക്കുന്നത് നമ്മുടെ ചെറിയൊരു വികാരം, നമ്മൾ കരഞ്ഞാലും കണ്ണ് നിറഞ്ഞാലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂചനകൾ ചെറുതായിട്ട് മുഖത്തുണ്ടെങ്കിലും കൂടുതൽ അറിയാൻ അമ്മയ്ക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ ഞാനും വൈശാഖ് സാറും ഈ ആശംസകൾ നേരുകയാണ്. മദേഴ്സ് ഡേ എല്ലാവർക്കും ഹാപ്പി മദേഴ്സ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിത വിജയം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ അമ്മയാണ്. അപ്പം നമ്മുടെ ജീവിത വിജയത്തിൽ അവർക്കുണ്ടാകുന്ന സന്തോഷം എത്രയാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ജീവിത വിജയം നേടി നമ്മൾ നല്ലൊരു ലക്ഷ്യസ്ഥാനത്ത് അല്ലെങ്കിൽ നല്ലൊരു നിലയിൽ നല്ലൊരു ജോലി നേടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, നമുക്ക് ഒരു ജോലി നേടുക, നമ്മുടെ അമ്മയെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനെ, നമ്മുടെ രക്ഷിതാക്കളെ, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളിപ്പോൾ എന്തായാലും ആവേശ സിനിമ നിങ്ങളെല്ലാം കണ്ടുകാണും. അപ്പോൾ ഇപ്പോൾ ആവേശത്തിന് ട്രെൻഡാണ്. അതിൽ ഫഹദ് ഫാസിലിന്റെ ഒരു സീനുണ്ട്. പുള്ളി ആ ഒരു ഫോൺ വരുമ്പോൾ, അമ്മ എന്ന് പറഞ്ഞൊരു ഫോൺ വരുമ്പോഴത്തേക്കും പുള്ളി സംസാരിക്കുന്നതും ആ ഒരു ഫീല് വരുന്നത് അല്ലേ. പുള്ളി ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് റോൾ നല്ല നെഗറ്റീവ് ക്യാരക്ടർ, ഒരു ഗുണ്ട എന്നുള്ള ഇതിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ മനസ്സിനെ പോലും സ്വാധീനിക്കാൻ ഒരു അമ്മയ്ക്ക് കഴിയുന്നുണ്ടെങ്കിൽ, ആ ഫീലിങ്ങിന് കഴിയുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മളെല്ലാം ഓർത്തിരിക്കേണ്ട, നമ്മളെല്ലാം കരുതിയിരിക്കേണ്ട ഒരു കാര്യമാണ് അമ്മ എന്ന വാക്കിന്റെ വില. തീർച്ചയായിട്ടും നമ്മുടെ അമ്മമാരെ നമ്മൾ നന്നായിട്ട് നോക്കുക, അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക, അവർ ഒരിക്കലും ഒറ്റയ്ക്ക് വിടാതിരിക്കുക അല്ലേ. സമൂഹത്തിൽ ഈ ന്യൂസിൽ ഒരിക്കലും നമ്മുടെ അമ്മയുടെ പേരോ നമ്മുടെ പേരോ വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ അമ്മയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും ഒക്കെ വേണ്ടിയിട്ട് നല്ലൊരു ജോലി നേടാനുള്ള ശ്രമം നടത്തുക. ഓക്കെ, അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മദേഴ്സ് ഡേയിൽ നമുക്കൊരു ഓഫർ ഉണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, കോഴ്സസിൽ ജോയിൻ ചെയ്യാം. കോഴ്സസിൽ ജോയിൻ ചെയ്യാനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് 2 ഇരട്ടി വാലിഡിറ്റി അവർക്ക് കിട്ടും. 6 മാസമാണെങ്കിൽ 1 വർഷത്തേക്ക് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ അത് മാത്രം ഞങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയും. നിങ്ങളുടെ ഒരു ഇതിലേക്ക് ഞങ്ങൾക്ക് സംഭാവന ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ സാർ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. മദേഴ്സ് ഡേ ഒരിക്കലും കൂടി ഞങ്ങൾ മദേഴ്സ് ഡേ വിഷസ് നേരുകയാണ്. ഓൾ ദി ബെസ്റ്റ്.